വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBIക്ക് വിടുന്നതിലെ രേഖകൾ നൽകുന്നതിൽ കാലതാമസം വരുത്തിയതിൽ നടപടിയെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു. അഞ്ജു, ബിന്ദു, പ്രശാന്ത് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, അടിയന്തര നടപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. കാരണം രാവിലെ മുതൽ തന്നെ വലിയ വിമർശനങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കപ്പെട്ട ഒരു സംഭവം. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നീലിമ, തീർച്ചയായും CBIക്ക് വിടുന്നതിൽ, അതായത് സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് കൈമാറി വിജ്ഞാപനം സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് സിദ്ധാർത്ഥന്റെ കുടുംബം വന്ന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ യഥാസമയം ഇക്കാര്യം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ അറിയിക്കാൻ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പെർഫോമയും കേസിന്റെ വിജ്ഞാപനം ഉൾപ്പെടെയുള്ള രേഖകൾ നേരിട്ട് ഉദ്യോഗസ്ഥൻ കൈമാറിയിരുന്നുമില്ല. ഈ ഒരു വിഷയത്തിലുണ്ടായ കാലതാമസത്തിലാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് അടിയന്തര നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുവാൻ വേണ്ടി ഇപ്പോൾ അതിന്റെ തുടർ നടപടി എന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ഉദ്യോഗസ്ഥരെ, അഞ്ജു, ബിന്ദു, പ്രശാന്ത എന്നിവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിടുന്നതിലെ രേഖകൾ നൽകുന്നതിൽ കാലതാമസം വരുത്തിയ സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷീജ പങ്കുവച്ചത്.